നമസ്കാരം സഹോദരങ്ങളെ. ഇന്ന് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനെ പറ്റി ഒരു വിവരണം തരികയാണ്. അതായത് നമ്മളെ നാട്ടിലെ ഒരുവിധം ആളുകളൊക്കെ ഗൾഫിൽ പോയിട്ടുണ്ട്, ഒരുവിധം വീട്ടിലൊക്കെ ഗൾഫിൽ പോയവരുണ്ട് എന്നറിയാം. അവർക്ക് വേണ്ടിയല്ല, ഗൾഫിൽ ഇതുവരെ പോയിട്ടില്ലാത്ത, ഗൾഫ് നാട് കണ്ടിട്ടില്ലാത്തവർക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടി വിമാനത്തിലെ യാത്രയുടെ ഒരു വിവരണം തരികയാണ്. അതായത് വിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കടലാസ് കൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് ആകാശത്തിൽ ഇങ്ങനെ പറപ്പിച്ച് വിടലില്ലേ, അങ്ങനെ പറപ്പിച്ച് വിടുന്ന ആ വിമാനത്തിൻ്റെ സമം അത് തന്നെയാണ് സംഭവം. വിമാനം എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് വിടുന്നില്ലേ, അത് തന്നെ സംഭവം. അത് ആകാശത്തൂടെ കുറച്ചൊന്ന് ആ പറന്ന് അതിൻ്റെ ചിറക് കൊണ്ട് പറന്ന് താഴെ വന്ന് വീഴുന്നുണ്ടല്ലോ, ലാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് വിമാനം. അതിനെപ്പറ്റി വിവരിക്കുക. ഒരു വിമാനത്തിൻ്റെ കനം എന്ന് പറഞ്ഞാൽ, അതായത് ടേക്ക് ഓഫ് സമയത്ത് ആളുകളും യാത്രക്കാരും മൊത്തമുള്ള കനം എന്ന് പറഞ്ഞാൽ 80,000 കിലോ ആണ്. 80,000 കിലോ വെയിറ്റ് ഉണ്ട് ഒരു വിമാനത്തിന് മൊത്തം ടേക്ക് ഓഫ് ടൈമിൽ. അതിനകത്ത് 18,000 കിലോ വെയിറ്റുള്ള ഇന്ധനമുണ്ട്. വിമാനത്തിൻ്റെ ചിറകുകൾക്ക് 20,000 കിലോ ആണ്. 1-2 കിലോ അല്ല, ചിറകുകളാണ് ഇത്രയും വെയിറ്റ് താങ്ങുന്നത്. 20,000 കിലോ ചിറകുകൾക്കുണ്ട്. വിമാനം പോകുന്നത് 600 കിലോമീറ്റർ സ്പീഡ്, 900 കിലോമീറ്റർ സ്പീഡ് എന്ന ലെവലിലാണ്. 1 കിലോമീറ്റർ വിമാനം പറക്കാൻ 12 ലിറ്റർ ഇന്ധനം വേണം. അതായത് 1 സെക്കൻഡിൽ വിമാനം പറക്കാൻ 1 സെക്കൻഡിൽ 4 ലിറ്റർ ഇന്ധനം എടുക്കുന്നു. നമ്മളെ നാട്ടിൽ പറക്കുന്ന വിമാനം ഉണ്ടല്ലോ, നമ്മളെ ബോംബെ, ഡൽഹി, കാലിക്കറ്റ്, കൊച്ചിനൊക്കെ ഉള്ള ആ വിമാനത്തിൽ 78 സീറ്റുകളുള്ളത്, അത്രയേ ഉള്ളൂ. അതേ സ്ഥാനം നമ്മുടെ വലിയ ബോയിങ് വിമാനങ്ങളുണ്ടല്ലോ, വേൾഡ് വൈഡായിട്ട് പറക്കുന്നത് 900 സീറ്റ് വരെ ഉണ്ട്. നമ്മൾ സാധാരണ കോഴിക്കോട്ടേക്കൊക്കെ വരുന്നതിൽ 600 സീറ്റുകളാണ്. ഈ വിമാനത്തിലെ സീറ്റുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചതെന്ന് വെച്ചാൽ, നടുക്കൊരു പാസേജ്, 2 സൈഡിലും 3 സീറ്റാണ്. 3 ആക്കിയിരിക്കാനുള്ള സീറ്റ് ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ 3 ആക്കിയിരിക്കാനുള്ള സീറ്റ്, ഇങ്ങനെ 2 സൈഡിൽ 3 സീറ്റായിട്ടാണ് ഈ വിമാനത്തിൻ്റെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഗൾഫിൽ നിന്നൊക്കെ അങ്ങോട്ട് വരുന്ന സമയത്ത് ഫ്ലൈറ്റിലൊക്കെ ഉള്ള ലഗേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, 7 കിലോ ഹാൻഡ് ബാഗാണ്. നമുക്ക് 7 കിലോ വെയിറ്റുള്ള കയ്യിൽ കരുതാവുന്ന സാധനങ്ങൾ, അതായത് ഹാൻഡ് ബാഗ്. അതിൽ ഇന്ന സാധനങ്ങൾ പാടുണ്ട് എന്നുള്ളത് വിമാന കമ്പനിയുടെ അനുഷ്ഠിച്ചിരിക്കും. കത്രിക, അങ്ങനെയുള്ള സ്പ്രേ, അങ്ങനെയുള്ള ആളുകൾക്ക് ഡേഞ്ചർ ആയിട്ടുള്ള, ആളുകളെ ഉപദ്രവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാധനങ്ങൾ അതിൽ ഉപയോഗിക്കാൻ പാടില്ല, അതിൽ കരുതാൻ പാടില്ല. അത് ഹാൻഡ് ബാഗാണ്. അത് നമ്മൾ സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളെ സീറ്റിൻ്റെ നേരെ തലഭാഗത്ത് 2 സൈഡിലായിട്ടുണ്ട്, മുകളിൽ നീളത്തിലിങ്ങനെ നമുക്ക് തുറക്കാം. ടിക്ക് എന്ന് പറഞ്ഞാൽ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ബാഗ് വെക്കുക, അടയ്ക്കുക, ടിക്ക് എന്ന് ക്ലോസ് ചെയ്യുക. അങ്ങനെയുള്ള അറകളുണ്ട്. ആ അറയിലാണ് ഹാൻഡ് ബാഗ് ആയിട്ടുള്ളത് സൂക്ഷിക്കുന്നത് എല്ലാവരും. പിന്നെ ലഗേജ് ആണുള്ളത്. ലഗേജ് 30 കിലോ ആണ്. അതിപ്പോൾ ചില ഫ്ലൈറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ള 30 കിലോ ആണ് ലഗേജ്. 7 കിലോ നമ്മളെ ഹാൻഡ് ബാഗും 30 കിലോ ലഗേജും, അതായത് ബോക്സിലൊക്കെ കെട്ടി റെഡിയാക്കിയിട്ട്, അതെന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ വഴിയിൽ അതിനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയാണ് കയറ്റുന്നത്. വിമാനത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 737, 38, 800 ഇങ്ങനെയൊക്കെയാണ് സാധാരണ വിമാനത്തിൻ്റെ സൈസ്. പിന്നെ ഈ വിമാനം പോകുന്ന സമയത്തുണ്ടല്ലോ, ആകാശത്തൂടെ പോകുന്ന അത്രയും സ്പീഡിലാണ്. ആ സമയത്തിന് വിമാനത്തിന് എന്തെങ്കിലും അടിച്ചിട്ടോ അങ്ങനെയുള്ള ശക്തിയിൽ എന്തെങ്കിലും വന്ന് ഇടിച്ചിട്ട് ഒരു തുള വന്ന് കഴിഞ്ഞാൽ, വിമാനത്തിൻ്റെ ഒരു ചെറിയ ഹോൾസ് വന്നാൽ മതി, അതിൽ കൂടെ എയർ കയറിയിട്ട് വിമാനത്തിൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടി തെറിച്ച് പോകും. വിമാനം മൊത്തം ചെതറിപ്പോവും. ഞാൻ വിചാരിച്ചിരുന്നു വിമാനം അങ്ങനെ ഡോറ് തുറന്ന് ചാടാലോ, എന്തേ അപകടമാണ് തീപിടിക്കാതെ. അപ്പോൾ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. നമുക്ക് തുറന്ന് അതിൻ്റെ അകത്തേക്ക് കാറ്റ് കയറി കഴിഞ്ഞാൽ വിമാനമൊക്കെ ഇറങ്ങി കത്തി ഇതായിപ്പോവും. തുറക്കാൻ പറ്റില്ല, അത്രയും സ്പീഡിൽ. ആ കൺട്രോളിങ്ങിലാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തന്നത് പൈലറ്റാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പൈലറ്റ് ഉണ്ടായിരുന്നു ഗൾഫിൽ, എയർ ഹോസ്റ്റസുമാരുണ്ടായിരുന്നു. എയർ ഹോസ്റ്റസുമാരെ അക്കോമഡേഷനിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പൈലറ്റിൻ്റെ, ഇത്യാദിൻ്റെ. അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറേ പരിചയമുണ്ട്, അതുകൊണ്ടാണ് കുറേ ആളുകളെ പരിചയമുണ്ട്. പിന്നെ എന്നെപ്പോലെ ഡ്യൂട്ടിയിലെ എൻ്റെ സുഹൃത്തുക്കളാണ് ഫ്ലൈറ്റ് ചെക്കിങ്ങിലൊക്കെ. അവിടെ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ കയറി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് ആളെ വിടും, ക്ലീനർമാർ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഞങ്ങൾ ചെക്ക് ചെയ്ത് ഫ്ലൈറ്റ് ഓക്കെ സർട്ടിഫിക്കറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഫ്ലൈറ്റ്
അവിടുന്ന് പാസഞ്ചറെ കയറ്റാൻ വേണ്ടി എടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ ഫ്ലൈറ്റിൻ്റെ റൂൾസ്. പിന്നെ ഈ വിമാനത്തിൽ ബാക്ക് സൈഡിലാണ് ബാത്റൂം വരുന്നത്, ഏറ്റവും ബാക്കിൽ. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ സിസ്റ്റം എന്താ വെച്ചാൽ, മൂത്രം ഒഴിക്കാൻ പോയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒന്ന് പ്രസ് ചെയ്തപ്പോഴേക്ക് പ്ലഷർ അടിക്കുമ്പോഴേക്ക് ബൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള എയർ പാസിങ് ആണ് അതിൻ്റെ ഉള്ളിൽ കൂടെ. അത്രയും ശക്തിയുള്ള എയർ പാസിങ് ആണ്. ഒരു ചെറിയ ക്യാബിനാണ്, വളരെ ചെറിയ ക്യാബിനാണ്. ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ, വയ്യോട് നടന്നു പോകുമ്പോൾ ഇടത്ത് ഭാഗത്തായിട്ട് വരും. അതിൻ്റെ വയ്യിലാണ് ക്രൂ ഇവരൊക്കെ ഇരുന്നിട്ട് ഭക്ഷണ സാധനം, അതിൻ്റെ പിറകിൽ ഏറ്റവും ബാക്കിലുള്ള റൂമിലാണ് ക്രൂ ഒക്കെ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടുത്തരുന്നു. ഒക്കെ റെഡിയാക്കിയിട്ട് പാർസലൊക്കെ വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡിയാക്കി അറേഞ്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫ്ലൈറ്റ് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തലത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരിക, ഫ്ലൈറ്റിലുള്ള സാധനങ്ങൾ. ഞാനൊരു 12 പ്രാവശ്യമെങ്കിലും ഗൾഫിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്ന് ഇതുകൊണ്ട് ഒരു അനുഭവങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഇത്തിഹാദിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ജെറ്റ് എയർവേസിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ശ്രീലങ്കൻ എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ എയർവേസിൽ, ഖത്തർ എയർവേസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല എയർവേസിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള അനുഭവത്തിൽ ഞാൻ കുറ്റം പറയല്ല, നമ്മളെ ഇന്ത്യ രാജ്യത്തിന് കുറ്റം പറയല്ല. നമ്മളെ ഇന്ത്യൻ വിമാനം ഉണ്ടല്ലോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, അതിലെനിക്ക് കയറാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. അതായത് മറ്റുള്ള വിമാനത്തിൻ്റെ സ്റ്റാൻഡേർഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് ഇല്ല എന്നുള്ളതാണ്. നമ്മളെ ഇന്ത്യൻ വിമാനമായിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് അതിൻ്റേതായിട്ടുള്ള മറ്റുള്ള ലോകോത്തര കമ്പനികൾ, അതായത് മറ്റ് ജെറ്റ് എയർവേസിൻ്റെ മാതിരിയോ മറ്റുള്ള എയർവേസിൻ്റെ ഒന്നും മാതിരിയുള്ള ഖത്തർ എയർവേസ്, പിന്നെ ഇത്തിഹാദ് എയർവേസിൻ്റെ ഒന്നും പോലെയുള്ള ആ ക്വാളിറ്റി ഫ്ലൈറ്റിലില്ല. അത് ഒന്നാമത്തത്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചെവിവേന വന്നാളൂ നമ്മളെ വിമാനത്തിൽ. കാരണം അതിൻ്റെ എയർ പ്രഷർ കൺട്രോളിങ് കറക്റ്റ് അല്ല വരുന്നത്, അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ വിമാനം, അതായത് ഒരു വിമാനത്തിലെ യാത്ര ഞാൻ ആദ്യമായിട്ട് പറയാം. നമ്മൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസി പോയിട്ടോ ഇല്ലേ നേരിട്ട് എയർപോർട്ടിൽ പോയാലോ നമുക്ക് ടിക്കറ്റ് കിട്ടും. അതായത് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര മണിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര മണിക്ക് ഫ്ലൈറ്റ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക്, അത് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്, റിട്ടേൺ അടക്കം നമ്മൾ വരുന്ന ഡേറ്റും ടൈമൊക്കെ ഉണ്ടാവും. ആ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക്, അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റ് ഇത്ര രൂപ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ തരും. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് എയർപോർട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഫസ്റ്റിൽ അവിടെ എയർപോർട്ടിൽ സെക്യൂരിറ്റി ഉണ്ടാവും ഗേറ്റിൽ. അയാൾ നമ്മളെ പാസ്പോർട്ട് വാങ്ങി നോക്കും, ടിക്കറ്റ് നോക്കും, എന്നിട്ട് നേരെ ഉള്ളിലേക്ക് വിടും. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ലഗേജ് കൊടുത്തിട്ട്, ലഗേജ് ഉണ്ടെങ്കിൽ ലഗേജൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ലഗേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ വെയിറ്റ് എത്രയാണെന്ന് തൂക്കിയിട്ട്, അപ്പോൾ 30 കിലോ മറ്റേ 7 കിലോ, അപ്പോൾ അതവിടെ കറക്റ്റ് ചെയ്തിട്ട് അവർ ടാപ്പ് തരും. അത് നമുക്ക് അതിൻ്റെ ലഗേജിൻ്റെ മുകളിൽ കിട്ടുക, പെട്ടീൻ്റെ മുകളിൽ കെട്ടിയിടുക. അതായത് ഹാൻഡ് ബാഗിൻ്റെ മുകളിൽ അത് കെട്ടിടും, മറ്റേ പെട്ടീൻ്റെ മുകളിൽ കെട്ടിടും. രണ്ടും തൂക്കി പെട്ടി അവർ തന്നെ ലഗേജിൽ വിടും. ആൾക്കാരാണ് അത് വിമാനത്തിൽ കൊണ്ടുവച്ച് കയറ്റുന്നത്, കാർഗോൻ്റെ ആൾക്കാർ. പെട്ടി വലിയ ബോക്സ്, നമ്മളെ ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ വെക്കുക, അതിൻ്റെ മുകളിൽ ടാഗ് ചുറ്റി തരും, ടാഗ് ഇടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും, ബോർഡിംഗ് പാസ് തരും അവിടെ നിന്ന്. അപ്പോൾ ആ ബോർഡിംഗ് പാസ് കിട്ടി കഴിഞ്ഞിട്ട് ടാഗ് ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ ബോർഡിംഗ് പാസ്സാണ് തരിക. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാൻ ആളുണ്ട്. ആ ഹാൻഡ് ബാഗ് നമ്മൾ സ്കാനറിലിടും. സ്കാനറിലിട്ടിട്ട് സ്ക്രീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടോ, വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നത് ചെക്ക് ചെയ്തതിന് ശേഷം ആ സ്കാനറിലിട്ട് അതിലിങ്ങനെ കാണാം. നമ്മളെ ശരീരം അടക്കം, നമ്മൾ സ്കാനറിൻ്റെ ഉള്ളിൽ കൂടിയാണ് കിടക്കുന്നത്. ഒരു ഇതിൻ്റെ മെറ്റൽ ഡിറ്റക്ടർ മാത്രമല്ല സ്കാനറുണ്ട്. അപ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ബോൾസ്, സൈക്കിളിൻ്റെ ബോൾസ് അടക്കം നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, ഏത് മെറ്റലും കാണാം. പിന്നെ കെമിക്കൽ ഐറ്റംസ് ആയിട്ടുള്ള ഡ്രഗ്സ് പോലെയുള്ള സാധനത്തിന് വേറെ തന്നെ ഫ്രീക്വൻസി കാണിക്കും, അതൊക്കെ സ്കാനറിൽ കാണാം. ഇന്ന് അത്രയും ടെക്നോളജി ഉണ്ട്, ഈ സ്കാനറിൽ കാണാൻ പറ്റാത്ത ഒന്നുമില്ല. ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാം, സ്കാനറിൽ കാണാം. അത് യാദൃശ്ചികമായിട്ട് വിട്ടുപോയിട്ടോ അങ്ങനെയോ ഒക്കെ വരുന്നതാണ്. അല്ലാണ്ട് സ്കാനറിൽ കാണാണ്ട് നിൽക്കാനുള്ള വിദ്യകളൊന്നുമില്ല. പണ്ട് കാർബൺ പേപ്പർ പൊതിയുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒക്കെ കാണാൻ പറ്റും സ്കാനറിൽ, ക്ലിയറായിട്ട് കാണാം. സ്കാനിങ് മെഷീൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ സ്കാനറിൽ നമ്മൾ ലഗേജ് ഇട്ട് തരും, മറ്റേ ലഗേജ് അങ്ങ് പോകും, നമ്മൾ ഹാൻഡ് ബാഗ് സ്കാനറിൽ ഇട്ട് തരും. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് സെക്യൂരിറ്റി ആ ചെക്കിങ് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് അകത്ത് പോയിട്ട് ഇരിക്കും. കസാല അകത്തേക്ക് പോകുമ്പോൾ രണ്ടാമതൊരു ഇതുണ്ട്, അവിടെ നമ്മളെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഊരി വെക്കുക, അതും സ്കാനറിൽ കൂടെ ഇടും. ബെൽറ്റ് ഊരി വെക്കണം,
പിന്നെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് സ്കാനറിൽ ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെ ബെൽറ്റ്, പേഴ്സ്, വാച്ച്, മൊബൈൽ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, റിങ്, മെറ്റൽ ഒരു കാര്യവും പാടില്ല. അതില്ലാണ്ട് നമ്മളങ്ങോട്ട് കിടക്കുക. ഇവിടെ നമ്മൾ ഊരിയിട്ട് നമ്മളെ ബോക്സിൽ ഊരിയിടുന്നതാണ്. ഇത് നേരെ ടാപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചുറ്റിയിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ധരിച്ചിട്ട് നമ്മളവിടെ പോയിട്ട് ഇരിക്കുക. നമ്മളെ ബോർഡിങ് ഗേറ്റ് നമ്പർ ഇത്ര എന്നൊക്കെ ടിക്കറ്റ് ഉണ്ടാവും. ആ ഗേറ്റ് നമ്പർ ഇത്ര എന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഗേറ്റ് അല്ല, അവിടെ കസാല ഇട്ടിട്ടുള്ളൊരു സ്ഥലമാണ്, ഹാളിലെ ഒരു സ്ഥലമാണ്. ഓരോ ഗേറ്റ് അവിടെ നമ്പർ എഴുതിക്കുക, ഗേറ്റ് നമ്പർ നമ്മൾ കൊണ്ട് കിടക്കാനുള്ള. അപ്പോൾ ആ ഉള്ളിലെ വിമാനത്തിലേക്ക് കയറാനുള്ള ഗേറ്റാണ്. അപ്പോൾ ആ ഗേറ്റ് നമ്പർ ഇത്ര. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കസാലയിൽ ഇരിക്കുക. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫ്ലൈറ്റിൻ്റെ ആളുകൾ വന്നിട്ട് നമ്മളെ വിളിക്കൂ. വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെ ടിക്കറ്റ് വാങ്ങിയിട്ട് അത് മുറിച്ചിട്ട്, ബോർഡിംഗ് പാസിൻ്റെ അതിൽ നിന്ന് മുറിച്ചിട്ട് ഒരു കഷ്ണം അവരെടുത്ത് ഒരു ചെറിയ പീസ് നമുക്ക് തരും. അങ്ങനെ വിമാനത്തിൽ കയറിയിരിക്കും. അങ്ങനെ വിമാനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ സീറ്റ് നമ്പറിൽ പോയി ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ ഭാഗത്തും 3 സീറ്റാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വിമാനം പൊന്തുന്നതിന് മുമ്പ് ബെൽറ്റ് ഇടണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഹെയർ ഹോസ്റ്റസ് വന്നിട്ട്, നമ്മൾ 2 പൈലറ്റുമാരുണ്ട് അത് വിമാനത്തിന് മുമ്പിൽ. ഹെയർ ഹോസ്റ്റസ് അവരെ ആക്ഷനിൽ കാണിച്ചു തരും. നമുക്ക് ഇതിലിങ്ങനെ അനൗൺസ് ചെയ്യുകയും ചെയ്യും. ആക്ഷനിൽ നമുക്കിങ്ങനെ കാണിച്ചു തരും, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. അതായത് ബെൽറ്റ് ധരിക്കണം, അഥവാ എന്താ അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ മാസ്ക് എടുത്ത് ഉപയോഗിക്കണം. ഓക്സിജൻ ശ്വാസം മുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ മുകളിലൊരു സാധനമുണ്ട് വട്ടത്തെ റൗണ്ടിൽ, അത് വലിച്ചിട്ട് മൂക്കിന് വെക്കണം മാസ്ക്. അതെല്ലാം ഓക്സിജൻ നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എമർജൻസി കിറ്റ്, പിന്നെ വെള്ളത്തിൽ വീണാൽ നമ്മൾ പൊന്തി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഇങ്ങനെ കിട്ടുന്ന വായു നിറച്ചിട്ട് കിട്ടുന്ന ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ട് അതൊക്കെ കിട്ടി നമ്മൾ ഇരിക്കുക. അത് കഴിഞ്ഞ് വിമാനം പൊന്തുന്ന സമയത്ത് ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല സേഫ്റ്റിയിൽ കുടുക്കിയിട്ടേക്കുക. പിന്നെ നമ്മളെ മുമ്പ് തന്നെ ചായയോ ഭക്ഷണമൊക്കെ വരുന്ന സമയത്ത് നൂർത്തി വെക്കാനുള്ള ടേബിളൊക്കെ ഉണ്ട്. അങ്ങനെ വിമാനം പൊന്തുന്ന സമയത്താണ് മെയിനായിട്ടുള്ളൊരു അപകടമായിട്ടുള്ള പ്രശ്നം. എങ്ങനെയോ, അതായത് വിമാനം പൊന്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ഇഞ്ചിനാണ് 2 സൈഡിലുള്ളത് ചിറകിൻ്റെ. ആ ഇഞ്ചിൻ്റെ പ്രഷറിൽ മുമ്പോട്ട് നീങ്ങുന്നതിന് മുകളിലോട്ട് പൊന്തിക്കുന്ന എന്താ വെച്ചാൽ ഈ ചിറകിൻ്റെ ചരിവാണ്. അപ്പോൾ ഈ ചിറകിൻ്റെ ചരിവിൽ വന്ന് അടിക്കുന്ന എയറാണ് ഈ വിമാനത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിങ്ങും. ഈ വിമാനത്തിൻ്റെ 2 ചിറകിൽ വന്ന് അടിക്കുന്ന എയർ, വായുവിൻ്റെ ആ വായുവാണ് ഈ വിമാനത്തിനെ പൊന്തിക്കുന്നതും താഴ്ത്തുന്നതും ഇതിനെ വായുവിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതും. ഇഞ്ചിൻ്റെ മാത്രം പവറല്ല, ഈ വായുവിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വായുവിൻ്റെ രക്ഷ. നമ്മളൊരു പേപ്പർ വെറുതെ എടുത്ത് ആ വായുവിലിങ്ങനെ വീഴുമ്പോൾ പേപ്പർ പൊന്തുന്നില്ലേ, അതേ സിസ്റ്റം തന്നെ പൊന്തുന്നത്. അപ്പോൾ അവിടെ നമ്മളെ നീക്കത്തിൽ ഈ പേപ്പർ പൊന്താൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ വരുന്നുണ്ട് വായുവിൽ, ആ മുകളിലോട്ടുള്ള ആ പ്രഷറാണ്. അത് തന്നെയാണ് ഈ വിമാനത്തിൻ്റെ മെയിൻ ഘടകം. വിമാനം ആകാശത്ത് കൂടെ സഞ്ചരിക്കാനും ഇറക്കാനും താത്താനും പൊന്തിക്കാനും ഒക്കെയുള്ള എല്ലാ ഇതിൻ്റെ മെയിൻ ഘടകം. പിന്നെ നമ്മൾ ഈ വിമാനം പൊന്തുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇങ്ങനെ പൊന്തുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി തോന്നലുണ്ട്. കാളവണ്ടിയിലൊക്കെ കയറിയ മാതിരിയാണ്, ചട്ട പട്ട കട്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ വായുവിൽ ഇങ്ങനെ പൊന്തിച്ച് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ നേരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുത്തരും, സാധനമൊക്കെ കൊണ്ടുത്തരും, കുടിക്കാനുള്ളതൊക്കെ കൊണ്ടുത്തരും. പിന്നെ അതിൽ ഇറങ്ങുന്ന സമയത്താണ് അനൗൺസിങ് ഒക്കെ വന്ന് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, കാലാവസ്ഥ, ടെമ്പറേച്ചർ ഇതൊക്കെ പറയും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ബെൽറ്റ് മുറുക്കി ധരിക്കണം. മുകളിൽ പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബെൽറ്റ് ഊരി വെക്കും. ബെൽറ്റ് അങ്ങ് ഊരിക്കാളെ ഇറക്കി കെട്ടിയിട്ട ബെൽറ്റ്. അപ്പോൾ സേഫ്റ്റി അത് ഊരിയിട്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ബെൽറ്റ് സേഫ്റ്റിയായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുടുക്കി ഇരിക്കും. അങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ താന്ന് സ്റ്റെപ്പായി താന്ന് ലാൻഡ് ചെയ്ത് ഭൂമിയിൽ ടയർ ടച്ച് ചെയ്ത് കഴിയുന്നവരെ നമ്മൾ കുറച്ചൊരു അറിയുന്നവർക്കാണെന്ന് വെച്ചാൽ ജീവൻ കാണും. ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവർ ആ ഭൂമിയിൽ ടച്ച് ചെയ്യുന്നൊന്ന് ഉരുണ്ടൊന്ന് നിന്ന് കിട്ടണം. അപ്പോൾ ഈ 2 സമയത്തും ഞാൻ വളരെ പേടിക്കുന്ന സമയമായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യ എക്സ്പ്രസ് പോലത്തെ വിമാനങ്ങളിൽ ചെവി ഭയങ്കര വേദനയാണ്. എന്ന് പറഞ്ഞാൽ ചെവീൻ്റെ വേദന പറയണ്ട, ഭയങ്കര വേദന ചെവി ഇറങ്ങുന്ന സമയത്ത്, എയർ പ്രഷറിൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ അത് ആരും സംസാരിച്ചാലും പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. ആ രീതിയിൽ അത്രയും വേദനയാണ്. മറ്റുള്ള വിമാനങ്ങളിലൊന്നും അത്ര വേദന ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലാണ് മറ്റുള്ള വിമാനങ്ങളൊക്കെ നിർമ്മിതിയൊക്കെ. അതൊക്കെ പൊന്തിക്കാൻ അറിയുമ്പോൾ നമ്മൾ അറിയുക പോലുമില്ല എങ്ങനെ വിമാനം പൊന്തുന്നതും താഴുന്നതും. അത്രയും നല്ല സോഫ്റ്റ് ഇതില്ലാന്ന്. അപ്പോൾ നമ്മളെ ഇന്ത്യേൻ്റെത് മറ്റുള്ള രാജ്യങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പോയ വിമാനങ്ങളിൽ നമ്മളെ ഇന്ത്യേൻ്റെ വിമാനത്തിന് ക്വാളിറ്റി കുറവാണ്. യാത്ര ചെയ്തതിലുള്ള അനുഭവത്തിൽ പറയാമെന്ന്
12 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ആ 12 പ്രാവശ്യത്തിലുള്ള അനുഭവത്തിൽ പറയുകയാണ് ക്വാളിറ്റി കുറവാണ്. പിന്നെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ലഗേജ് കിട്ടുന്നത് വെച്ചാൽ, നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവരിയ്ക്കും ബോർഡിംഗ് പാസ് ഇത് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ആളിരിക്കും. അവർ നമ്മളെ നാട്ടിൽ അവർ നോക്കും, പാസ്പോർട്ട് വാങ്ങി നോക്കും. ഓക്കെ, ടിക്കറ്റും പാസ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുക, ബോർഡിങ്ങിൻ്റെ പാസിൻ്റെ കഷ്ണവും പാസ്പോർട്ട് കൂടി. അപ്പോൾ പാസ്പോർട്ട് നോക്കി, അവർ പാസ്പോർട്ട് നോക്കി വിസ അടിച്ചത് ഒക്കെ നോക്കും, എക്സ്പെക്ട് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെ നദി കൊണ്ടാകുക വന്നിട്ട് നമ്മളെ ലഗേജ് ഇങ്ങനെ കറങ്ങി വരും. ബെൽറ്റ് കൂടെ ഒരു ബെൽറ്റാണ്, ഇങ്ങനെ നീളത്തിലുള്ള ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരിക ലഗേജ്, നമ്മളെ ലഗേജൊക്കെ. അത് ഇവർ ഫ്ലൈറ്റിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടുകൊണ്ട് കാർഗോൻ്റെ സ്റ്റാഫ് ഇതിലേക്ക് ഇടും, ബെൽറ്റിലേക്ക് ഇടും. ബെൽറ്റിൻ്റെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കയറ്റിയിടുമ്പോൾ അതിങ്ങനെ കറങ്ങി എത്രയോ ദൂരം, 50-100 മീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മളെ എടുത്തെത്തും. നമ്മളെ ബോക്സ് നമ്മളെ എടുത്തുകൂടെ അങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കടന്നു പോരാം. അവിടെ ഉണ്ട് സ്കാനർ, അതിൻ്റെ ഉള്ളിൽ കൂടെ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ പുറത്തേക്ക് പോരുന്ന സമയത്ത് പോരും. അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്ന സമയത്ത് പിന്നെ അതിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യും, കസ്റ്റംസ് പിടിക്കുകയോ അതൊക്കെ ചെക്ക് ചെയ്യും, നോക്കുകയോ ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം. അങ്ങനെ നമുക്ക് പുറത്ത് കടന്നു പോരാ. ഇതാണ് വിമാനത്തിലെ യാത്ര എന്ന് പറഞ്ഞത്. പിന്നെ പൈലറ്റുമാരുടെയും എയർ ഹോസ്റ്റസ്മാരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പം പോകുമെന്ന് പറയാൻ പറ്റില്ല, ഓരോ യാത്രയിലും തിരിച്ചെത്തുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജീവിത നിലവാരമായതുകൊണ്ട് അവർ ഈ ഭൂമിയിൽ എല്ലാവരെക്കാട്ടും സുഖലോലുപരായിട്ട് ജീവിക്കുന്ന 99% പൈലറ്റുമാരും 99% എയർ ഹോസ്റ്റസ്മാരും വളരെ സുഖലോലുപന്മാരായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ എൻജോയ്മെൻറ്റും അവർക്കുണ്ട്. എയർ ഹോസ്റ്റസ്മാർക്കും പൈലറ്റുമാർക്കും ഒക്കെ അവർക്കൊക്കെ അവർ താമസിക്കുന്ന അക്കോമഡേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തും അക്കോമഡേഷൻ. അപ്പോൾ അവർ പെർമനൻ്റുള്ള ചില സ്ഥലങ്ങളിൽ അക്കോമഡേഷൻ ഉണ്ട്. അവിടെ അവർക്ക് ബോട്ട് അടക്കമുണ്ട്, അവർക്ക് കടലിൽ പോയി എൻജോയ് ചെയ്യാനുള്ള ബോട്ടും അതിനനുസരിച്ചുള്ള പണവും ഉണ്ട് അവർക്ക്, അതിനനുസരിച്ചുള്ള എൻജോയ്മെൻറ്റ് അവർ നടത്തുന്നുണ്ട്, അതിനുള്ള ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പ്രത്യേക ലൈഫാണ്. അതായത് ഫ്ലൈറ്റിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവരെയൊക്കെ യാത്ര. ഇവരുടെ ജീവിത രീതിയും അങ്ങനെ തന്നെയാണ്. കാരണം അതിനുവേണ്ടി അവർ ഫുൾ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ലൈഫാണ്. അവർ ഫോർവേഡ് ആയിട്ടുള്ള ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഹൈ ലെവലിലുള്ള എൻജോയ്മെൻറ്റ് രീതി എന്തൊക്കെ ഉണ്ടോ ആ രീതിയിലൊക്കെ എൻജോയ്മെൻ്റ് അവർ ചെയ്യും. എൻജോയ് ചെയ്തിട്ടുള്ള ലൈഫാണ് അവരിൽ. അത് മാത്രമേ അവർക്കൊരു സംതൃപ്തിയുള്ളൂ. പിന്നെ വിമാനത്തിൽ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവർക്ക് മദ്യം കിട്ടും, പിന്നെ ചെറിയ തോതിലേക്ക് കൊടുക്കും കേട്ടോ, ബീർ കൊടുക്കും, പിന്നെ അല്ലാണ്ട് ബ്രാൻഡി കൊടുക്കുന്നുണ്ട് ഓരോ ഫ്ലൈറ്റിനനുസരിച്ച്, പിന്നെ ബിരിയാണി കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഓരോരോ കേക്ക്, ചെറിയ ബിസ്ക്കറ്റ്, ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്ന ഓരോ വിമാനത്തിൽ ഓരോരോ തരത്തിലാണ് ഭക്ഷണ സാധനങ്ങൾ തരിക. അങ്ങനെയാണ്. പിന്നെ അതിനുള്ള ടിഷ്യൂ പേപ്പറും കൈ തുടയ്ക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വിമാനയാത്ര. അപ്പോൾ എല്ലാ വിമാനത്തിൽ ഇതുവരെ കയറിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യൻ വിമാനങ്ങൾ ക്വാളിറ്റി കൂട്ടണം എന്നുള്ളതാണ്. ക്വാളിറ്റി കൂട്ടണം, നമ്മൾ ലോകോത്തര നിലവാരത്തിലുള്ള ക്വാളിറ്റി ആക്കിയെടുക്കണം നമ്മളെ വിമാനങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യജീവനം വിലപ്പെട്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന സമയത്തും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ പേടിക്കലുണ്ട്. കാരണം ഇത് രണ്ടും വളരെ ചെയ്തമായിട്ടുള്ളൊരിതാണ്. കാരണം ഒരു കടലാസ് വിമാനം പറപ്പിച്ച് വിടുമ്പോൾ തന്നെ ഒരു പറക്കൽ അങ്ങോട്ട് വായു പറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും സ്പീഡിലില്ലെങ്കിൽ ഇത് താന്നു പോകും. ഈ സ്പീഡിലേ പറക്കാൻ പറ്റൂ. അതേസമയം യുദ്ധവിമാനത്തിൽ നിന്നൊക്കെ നമ്മൾ അതിന് പുറത്തേക്ക് ചാടുന്നതൊക്കെയാണ് ഡോറ് സജ്ജീകരണം ചെയ്ത്. യുദ്ധവിമാനത്തിന് സ്പീഡ് കുറയ്ക്കുക, വായുവിൽ നിർത്താൻ പറ്റും ആകാശത്ത്. ഈ വിമാനം നിർത്താൻ പറ്റില്ല. കടലാസ് പറപ്പിച്ച് വിടുമ്പോലെ ഡും എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു വടിക്കഷ്ണം എടുത്ത് പറഞ്ഞാൽ ഡും എന്ന് പറഞ്ഞുകൊണ്ട് പോയി വീകുന്നില്ലേ, അതുപോലെ ഒരു വീഴ്ചയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബും തന്നെ പോയി ആ സ്പീഡ് തന്നെ എഞ്ചിൻ ഉണ്ട് എന്നല്ല, എഞ്ചിൻ്റെ ഇതിൽ അങ്ങോട്ട് ആ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴ്ന്നു പോകും വിമാനം. അപ്പോൾ അതുകൊണ്ട് അതേ സ്പീഡിൽ തന്നെ പോയിട്ട് അതേ സ്പീഡിൽ തന്നെ ഇറങ്ങിയിട്ട് നിലത്ത് സ്പീഡ് കുറച്ച് കൊണ്ടുവരണം. നിലത്ത് തട്ടും, സ്പീഡ് കുറയുന്ന സമയത്ത് ഇത് നിലത്തേക്ക് താഴും. അപ്പോൾ നിലത്ത് തട്ടിയതിന് ശേഷം ആ സ്പീഡ് കുറയ്ക്കണം, കുറച്ച് കൊണ്ടുവരണം. അല്ലാണ്ട് സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ റൺവേക്ക് ഇത്രയും നീളം കൊടുക്കാൻ കാരണം. പിന്നെ ഈ റൺവേൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ഇത്രയും, അതായത് 80,000 കിലോ വിമാനമാണ് വന്നിട്ട് താഴുന്നത് റൺവേയിൽ. അപ്പോൾ റൺവേയിൽ വന്ന് അടിക്കുമ്പോൾ ആ റൺവേക്ക് താഴെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അതിനാണ് 8 മീറ്റർ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത്. അത്രയും കപ്പാസിറ്റി ഉള്ള റൺവേ ആണ്.
അപ്പോൾ അത്രയും കപ്പാസിറ്റി ഇല്ലെങ്കിൽ റൺവേയിൽ കുഞ്ഞങ്ങ് പോകും ടയർ ഡും എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡ് മേലൊക്കെ ഇറക്കിയാൽ ഡും എന്ന് പറഞ്ഞാൽ താന്നങ്ങ് പോകും, താറും മെറ്റലൊക്കെ പൊട്ടി ഡും എന്ന് പറഞ്ഞാൽ പോയിക്കും. നമ്മളെ പപ്പടം പൊട്ടിച്ച മാതിരി ഇപ്പോൾ ടയർ വിമാനത്തിന് ടയർ കയറി പൊന്തി താന്നിട്ട് തട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് വിമാനമൊക്കെ ഇറക്കണമെങ്കിൽ അത്രയും സേഫ്റ്റി ആയിട്ടുള്ള അങ്ങനെ സ്ഥലത്ത് ഇറക്കാൻ പറ്റും. പിന്നെ അല്ലാണ്ട് യുദ്ധവിമാനം കാര്യങ്ങളും വെള്ളത്തിലിറങ്ങുന്നു അതും ഇതൊക്കെ ഉണ്ട്, അത് വേറെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വിമാനത്തിൻ്റെ സിസ്റ്റമൊക്കെ. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ അറിയാത്ത സഹോദരങ്ങളോട് പറഞ്ഞു തന്നതാണ്. എല്ലാവർക്കും നന്ദി.